ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് നമ്മൾ പോകുന്നു. ബിപിൻ സി വിജയൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ബിപിൻ സി വിജയൻ, അവിടെ കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ആയോ? SKN നടപടിക്രമങ്ങൾ ഇതാ ആരംഭിക്കാൻ പോകുന്നു. മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള UDFന്റെ VK മിനിമോൾ ഉൾപ്പെടെയുള്ളവർ എത്തിക്കഴിഞ്ഞു. ഒപ്പം ദീപ്തി മേരി വർഗീസ് എത്തിക്കഴിഞ്ഞു. 76 അംഗ കൗൺസിലാണ്. ആ കൗൺസിലുള്ള ഭൂരിപക്ഷം ആളുകളും എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇരിക്കുന്നതും അവരിപ്പോൾ എത്തി സംസാരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. VK മിനിമോൾ മറ്റ് കൗൺസിലർമാരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഏറ്റവും നിർണായകമായത് 47 UDFന് സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം അവർ അധികാരത്തിൽ കയറാൻ പോകുന്നത്. 39 കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അട്ടിമറിക്കൊന്നും സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 46 കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ് ഇപ്രാവശ്യം വിജയിച്ച് കയറുകയും ചെയ്തിരിക്കുന്നത്. ബാലറ്റ് ബോക്സ് എത്തിക്കഴിഞ്ഞു. ബാലറ്റ് ബോക്സ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി അല്പസമയത്തിനകം തന്നെ 10:30 തന്നെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ജില്ലാ കലക്ടർ G. പ്രിയങ്ക അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യുക. ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ അല്പസമയം മുൻപാണ് വന്നത്. അവർ പറഞ്ഞത് ഒരു തരത്തിലുള്ള പരിഭവമില്ല, ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കരുത്. KPCC മാനദണ്ഡങ്ങൾ ഈ മേയർ തിരഞ്ഞെടുപ്പിൽ പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ് താൻ പറഞ്ഞത് എന്നുള്ളതായിരുന്നു അവരുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം. ഇപ്പോൾ കൗൺസിലർമാർ പരസ്പരം എത്തുകയും അവർ അങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒപ്പം തന്നെ LDFന്റെ അംബിക സുദർശനാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥി. 22 കൗൺസിലർമാരാണ് LDFന് പിന്തുണയായിട്ടുള്ളത്. NDAക്ക് പ്രിയ പ്രശാന്ത് 6 കൗൺസിലർമാരുടെ പിന്തുണയാണ് NDAക്ക് ഈ ഒരു കൗൺസിലുള്ളത്. അതിൽ പ്രിയ പ്രശാന്ത് മേയർ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യും. എല്ലാ നടപടിക്രമങ്ങൾക്കുമായി കൊച്ചി കോർപ്പറേഷനും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പരമാവധി കൗൺസിലർമാർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലാ കലക്ടർ കൂടി എത്തും. ഇപ്പോൾ VK മിനിമോൾ, അതായത് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VK മിനിമോൾ മറ്റ് കൗൺസിലർമാരെ കാണുകയും അവരെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ പുതിയ കൗൺസിലുള്ളത്. ഇപ്രാവശ്യം കൊച്ചി കോർപ്പറേഷനിൽ എടുത്തു പറയേണ്ടത് പുതിയ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ഇപ്രാവശ്യം മേയറെ തിരഞ്ഞെടുക്കുന്നത്. ഒപ്പം ഒരു വനിതാ മേയർ കൂടി എത്തുന്നു എന്നുള്ളതാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കൊച്ചിയുടെ ഭരണം വീണ്ടും UDFലേക്ക് എത്തുന്നത്. അതൊരു വലിയ വിജയമാണ്. അതിനിടയിൽ ഈ മേയർ തിരഞ്ഞെടുപ്പ്, ഗ്രൂപ്പ് പോര് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.